ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ എൻ്റെ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തെല്ലാമാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ നമ്മളിവിടെ റാഹത്തായി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഡേ മൈ ലൈഫാണ് കേട്ടോ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കുറച്ച് ഭാഗങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണാം കേട്ടോ. കണ്ട് ഇഷ്ടമായിരുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടുണ്ട് കേട്ടോ. സ്കൂളെല്ലാം തുറക്കുന്നതിന് മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്നത്തെ ദിവസം മദ്രസ ഉണ്ടായിട്ട് സ്കൂളുണ്ടായിട്ട് അങ്ങനെ ഒരു 6:30 മണിയാകുമ്പോൾ ഞാൻ റിയ്യൂനും നൂറാനും മദ്രസയിലേക്കെല്ലാം അയച്ചിട്ടാണ്. ചായയെല്ലാം കൊടുത്തിട്ട് മദ്രസയിലേക്ക് അയച്ചിട്ടുണ്ടായിന്. എന്നിട്ടിപ്പോൾ മദ്രസയിലേക്ക് പിള്ളേരെ വിട്ടിട്ട് വരുമ്പോൾ മനസ്സിലത്തെ പാൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുഞ്ഞെണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റാദിനെല്ലാം ഉറക്കിയിട്ട് ഇപ്പോൾ 7 മണിയാകുമ്പോൾ ഞാൻ കിച്ചണിൽ വന്നിട്ടായിട്ട് ആ മൻസൂർ ചാക്കളെ ചായ വെക്കലാന്ന് കേട്ടോ. ഞാൻ നേരത്തെ പുള്ള കുടിച്ചിട്ടുണ്ടായിരുന്നു ചായ. അങ്ങനെ അതാ പാലും ഒരു പാത്രത്തിലാക്കി തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മൻസൂർ ചാക്ക ചായ കൂട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചാൽ വരില്ല കേട്ടോ. നമുക്ക് ഫോൺ വിളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ബാത്റൂമിൽ കുറേ സമയം ഉണ്ടാവും. അങ്ങനെ ഞാൻ ചായ വെച്ചിട്ട് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട്. പാലും സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ തുണിയെല്ലാം അലക്കാനിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പാത്രമെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ, അതെല്ലാം കഴുകിയെടുത്തു. അതിന് ശേഷം പാലെല്ലാം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചായ റെഡിയാക്കിയിട്ട് മൻസൂർ ചാക്ക് കൊടുത്തിട്ടാ. അപ്പോൾ ചായ കുറച്ച് മറിഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാസിൽ. അങ്ങനെ അതെല്ലാം തുടച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പാലും തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പാല് കുറച്ച് കൂടുതൽ സമയം തിളപ്പിക്കൂട്ടോ. എന്താ വെച്ചാൽ അതിൻ്റെ പാടെടുക്കാനുള്ളതാണ്. അന്നത്തെ ദിവസം ബ്രേക്ക്ഫാസ്റ്റിന് പൊറോട്ടയും ചിക്കൻ ചില്ലിയാണ് കേട്ടോ ഉണ്ടായിന്. രാത്രി എത്തതാണ് കേട്ടോ. രാത്രി കുറേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് അങ്ങനെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. ഫുള്ളോ നൂഡിൽസ് എല്ലാം ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മനസ്സുറത്തത് ഫ്രൂട്ട്സും മീനും ഐസ്ക്രീമെല്ലാം കൊണ്ടുവന്നതാണ് കേട്ടോ. റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. ഒന്ന് വലുതില്ലാത്ത 2 ചെറുത് കൊണ്ടുവന്നതാണ്. അങ്ങനെ മീനെല്ലാം ഫ്രിഡ്ജിൽ വെച്ചിട്ടാ. അതിന് ശേഷം ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് വെച്ചു കേട്ടോ. അതിന് ശേഷം എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീമെല്ലാം കഴിക്കലാന്ന് കേട്ടോ. ഇത് റെഡ് വെൽവെറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് മനസ്സുറച്ച ഇത് തന്നെയാണ് കേട്ടോ വാങ്ങൽ. നല്ല ടേസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് വലുത് ഇല്ലാത്ത ചെറുത് 2 വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ ഇത് ഐസ്ക്രീമെല്ലാം തിന്നതിന് ശേഷം മീനെല്ലാം ക്ലീനാക്കി മുറിച്ചിട്ട് ക്ലീനെല്ലാം ആക്കിയിട്ട് എടുത്തു കേട്ടോ. നല്ല ചൂടിൻ്റെ സമയമാണ് കേട്ടോ. ഇപ്പം ഈ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ കുറേ ആയിട്ടുണ്ട്. സ്കൂളെല്ലാം തുറക്കുന്നതിന് മുന്നേ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഐസ്ക്രീമെല്ലാം തിന്നിട്ടാകുമ്പോൾ നല്ലൊരു സമാധാനമായിട്ടാണ്. അങ്ങനെ കറിക്കെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. അതിന് കറി ചെമ്മീൻ ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയെല്ലാം ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തേങ്ങ. അതിന് ശേഷം പച്ചമാങ്ങയും കറിവേപ്പില, പച്ചമുളക്, തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കലാണ് കേട്ടോ. അതിനുശേഷം കറി ഒരു തള വന്നതിന് ശേഷം കഴുകി വൃത്തിയാക്കിയ ചെമ്മീനെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെമ്മീൻ ചാറ് തിളക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ കുഴക്കും ചക്കക്കുരെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് വേവിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ വിട്ടുപോയി തോന്നുന്നു, എന്തെങ്കിലും മിസ്സായിപ്പോയി കേട്ടോ. അതിന് ശേഷം അത് വേവിച്ചെടുത്തു കേട്ടോ. പച്ചക്കറിയായിട്ട് കുഴക്കും ചക്കക്കുരു വറവും വെണ്ടക്ക വറവാന്ന് കേട്ടോ. വെണ്ടക്ക മുറിച്ചെടുക്കുന്നുണ്ട്. വെണ്ടക്കയും പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഉള്ളിയും ഒരു ചെറിയ കഷ്ണം തക്കാളിയാണ് കേട്ടോ. എന്നിട്ട് വെണ്ടക്കായും കുഴക്കും ചക്കക്കുരെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം വെണ്ടക്കായെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുഴക്കക്ക് കടുവെല്ലാം താളിച്ചെടുക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു ചെറിയ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുത്ത് കടുവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കറിവേപ്പിലെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം വേവിച്ച ചക്കക്കൂരും കുഴക്കി ഇട്ട് കൊടുക്കലാണ് കേട്ടോ. അതിന് ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് പച്ചമുളക് തക്കാളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയും വെളുത്തുള്ളിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കടുക് കാച്ചിട്ട് എല്ലാം കൂടി റെഡിയാക്കി എടുത്തു കേട്ടോ. അതിന് ശേഷം അതേ ചട്ടിയിൽ തന്നെ വേറെ പാത്രം ആക്കുന്നില്ല കേട്ടോ. അതേ ചട്ടിയിൽ തന്നെ വെണ്ടക്ക വറവാക്കി എടുക്കുന്നുണ്ട്. എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് നേരത്തെ അരിഞ്ഞ് വെച്ച വെണ്ടക്കായും പച്ചമുളകും ഉള്ളി തക്കാളിയെല്ലാം ചേർത്ത് കൊടുത്ത് തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ വെണ്ടക്കായ് വറവട റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് ചെമ്മീനെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നേരത്തെ മസാല പറ്റി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ചെമ്മീൻ ഫ്രൈയും റെഡി ആകുന്നുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് പപ്പടമെല്ലാം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പപ്പടം മുളക് കൊണ്ടാട്ടം
പിന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടം അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കലാന്ന് കേട്ടോ. അങ്ങനെ പച്ചക്കറി വറവ് റെഡിയായി, മീൻ കറി റെഡിയായി, മീൻ ഫ്രൈ റെഡിയായി, ഇങ്ങനെ പപ്പടും ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ആ മുളക് കൊണ്ടാട്ടം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടാന്ന് കയ്പ്പൊക്കെ കൊണ്ടാട്ടം ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം മോരെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മോര് പച്ചമുളകും ഇഞ്ചിയും തൈരെല്ലാം കൂട്ടിയിട്ട് അടിച്ചതാണ്. പിന്നെ അത് പൗത്തമാകെല്ലാം മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ഉച്ചയൂണ് ഇങ്ങനെല്ലാം കേട്ടോ. പിന്നെ ചെമ്മീൻ ചാറ്, പിന്നെ ചക്കക്കുരും കുഴക്കും വറവ്, വെണ്ടക്ക വറവ്, പിന്നെ പപ്പടം, അച്ചാറ്, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, പിന്നെ മുളക് കൊണ്ടാട്ടം, മീൻ ഫ്രൈ, പിന്നെ മാങ്ങ ഇങ്ങനെല്ലാം കേട്ടോ ഇന്നത്തെ ഊണ്. അങ്ങനെ മനസ്സുറച്ചാവും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാം ടേബിളിന്മേൽ കൊണ്ടുവെക്കലാന്ന് കേട്ടോ. അതിന് മുമ്പായിട്ട് എനിക്കത് ഇങ്ങനെ ചോറ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. ചെമ്മീനെല്ലാം ഫ്രൈ ആക്കിയ ചട്ടിയില്ലേ, ചെമ്മീൻ കൂന്തെല്ലാം ഫ്രൈ ആക്കിയ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ടിട്ട് വെക്കാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ കറിയൊന്നും ഇല്ലാന്ന് സാരില്ല കേട്ടോ, ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ള ആളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊന്നും വേണ്ട കേട്ടോ, ഇതന്നെ മതി. പിന്നെ ചെമ്മീൻ എന്തും കറിയും, പിന്നെ കറി ഇല്ലാന്നും പ്രശ്നമില്ല കേട്ടോ. ചെമ്മീനോ കൂന്തലോ ഫ്രൈ ആക്കിയ ചട്ടിയും പിന്നെ ഇങ്ങനെ കുഴച്ചിട്ട് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടം. അതിലേക്ക് തന്നെ ഞാൻ പപ്പടം ഇട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ കുഴക്ക വറവ്, വെണ്ടക്ക വറവ്, പിന്നെ ചെമ്മീൻ ഫ്രൈ, പിന്നെ കയ്പ്പൊക്കെ കൊണ്ടാട്ടം, മുളക് കൊണ്ടാട്ടം, മാങ്ങ അച്ചാറിടാൻ വിട്ടുപോയിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ നല്ല പോലെ എല്ലാം കൂടി ഇങ്ങനെ ഇറക്കിയിട്ട് വേവിക്കലാണ്. എന്തൊരു ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വേവിക്കാൻ. നിങ്ങൾക്ക് ആർക്കൊന്നും ഇങ്ങനെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് വേവിക്കുന്ന കാണിച്ചു തന്നിട്ടാ, വേവിക്കാൻ വേണ്ടിയിട്ട് കിഞ്ഞിട്ടാ. പിന്നെ എല്ലാ ടേബിളുമ്പോൾ കൊണ്ടുവെക്കലാന്ന്. പിന്നെ മോരും, അതിൻ്റെ ഒക്കെ ഒരു മോരും ഇട്ടാ. അങ്ങനെ ഓരോരാക്കെ ചോറെല്ലാം വിളമ്പി എടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീൻ ചാറ്, ചെമ്മീൻ ഫ്രൈ, കുഴക്കയും ചക്കക്കുരു വറവ്, പിന്നെ വെണ്ടക്ക വറവ്, പപ്പടം, മുളക് കൊണ്ടാട്ടം, കയ്പ്പൊക്കെ കൊണ്ടാട്ടം, മാങ്ങ അച്ചാർ, അങ്ങനെ നല്ല ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അതിനെല്ലാവരും കൂടിയിട്ട് ചോറെല്ലാം വേവിക്കലാന്ന്. അങ്ങനെ ഉച്ചക്കത്തെ ചോറും കഴിഞ്ഞ് വൈകുന്നേരത്തെ ചായയെല്ലാം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ രാത്രി ആയിട്ടുണ്ട്. രാത്രി ആകുമ്പോൾ പിള്ളേർ പറഞ്ഞ് നമുക്ക് പുറത്ത് പോയിട്ട് എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് രാത്രി ആകുമ്പോൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കലാന്ന്. പിന്നെ അടുത്ത് തന്നെ കേട്ടോ, ചെറുപ്പത്തൂരാന്ന് കേട്ടോ. പിന്നെ അങ്ങനെ പിന്നെ പോയിട്ടാകുമ്പോൾ അവിടെ എത്തിയിട്ടാകുമ്പോൾ കൺഫ്യൂഷൻ കേട്ടോ, എന്ത് കഴിക്കും എന്നുള്ളത്. അങ്ങനെ ഓരോരാൾ ഓരോന്ന് ഓർഡർ ആക്കിയിട്ടാണ്. എനിക്ക് എന്തോ ആവട്ടോ, എനിക്ക് പിന്നെ എനിക്കായിട്ട് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് പറഞ്ഞിട്ടാ. അങ്ങനെ റിയും ഞാനും വേറാവും ബർഗർ പറഞ്ഞിട്ടാ. എനിക്ക് ബർഗർ ഇഷ്ടമല്ല, എന്നെങ്കിലും എനിക്കായിട്ട് വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അത് ബാക്കിയാക്കിയിട്ട് വരും. അതുകൊണ്ട് ഞാൻ ബർഗർ എറിഞ്ഞിട്ടാ. അങ്ങനെ ഞാനും റിയും വേറാവും ബർഗറാണ്. മൻസൂർ ചാക്ക് അങ്ങനെ അതൊന്നും വലിയ ഇഷ്ടമല്ല കേട്ടോ. മൻസൂർ ചാ അൽഫാമും പിന്നെ കുബൂസ് അങ്ങനെ എന്തോന്നാന്ന് കേട്ടോ. അത് കുറേ ദിവസമായതുകൊണ്ട് ഇത് ഓർമ്മയില്ല, തോന്നുന്നില്ല, കാണുന്നുണ്ട് കേട്ടോ. അൽഫാമും കുബൂസ് തന്നെയാണ് തോന്നുന്നു. പിന്നെ നൂറാവ് ആദ്യം ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു, തിന്നിട്ടേ ഇല്ല. അതൊരു കയ്പ്പല്ലേ ചോക്ലേറ്റ്, ഇങ്ങനെ അതിൽ കണ്ടിട്ട് വേണമെന്ന് പറഞ്ഞതാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മേങ്ങി. പിന്നെ വേറെ എന്തോന്ന് അപ്പം എല്ലാവരും എത്തിയിട്ടൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ മറന്നു പോയിട്ടാ. അങ്ങനെ പിന്നെ അതെല്ലാം കഴിച്ചതിന് ശേഷം നേരെ താഴെ പോയിട്ട് ഷോപ്പിൽ പോയിട്ട് മുട്ടായോ അതോ ഇതോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എല്ലാവരും തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.